അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലുണ്ടാകുന്ന കോലാഹലങ്ങളിലൂടെയാണ് സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. എന്നാൽ സേവന വേതന വ്യവസ്ഥകളിൽ സ്വാശ്രയ മേഖലയിലെ അധ്യാപകർ നേരിടുന്ന പ്രതിസന്ധികൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നതാണ് വാസ്തവം. സംസ്ഥാനത്തൊട്ടാകെ 1000-ലധികം സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. സർവകലാശാലകൾ നേരിട്ട് നടത്തുന്നതും സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് കീഴിലുമുള്ള ഇത്തരം സ്ഥാപനങ്ങളിൽ കോടികളുടെ വരുമാനമാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. എന്നാൽ സ്വാശ്രയ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ UGC നിരക്കിൽ ശമ്പളം പറ്റുമ്പോൾ സ്വാശ്രയ മേഖലയിൽ 8000 രൂപ മാത്രമാണ് അടിസ്ഥാന ശമ്പളം. UGC അധ്യാപകർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന തസ്തികയിലാണ് ആദ്യം നിയമിതരാകുന്നത്. എന്നാൽ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ കരാറടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇവിടെ ഭൂരിഭാഗവും, അതായത് 90% ആളുകളെയും കരാറടിസ്ഥാനത്തിൽ ഓരോ വർഷം തോറും കരാർ പുതുക്കിക്കൊണ്ടും അതിൽ തന്നെ ഒരു നല്ല ശതമാനം, ഏതാണ്ട് 60%-ഓളം ആളുകൾ ദിവസവേതനത്തിലുമാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമനം കരാറടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭ്യമാകുന്നില്ല. സ്വകാര്യ മേഖലയ്ക്കൊപ്പം സർവകലാശാലകൾ നടത്തുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. സ്വാശ്രയ രംഗത്ത് വ്യക്തമായ നിയമങ്ങളില്ലാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. മറ്റെല്ലാ മേഖലകളിലും, എല്ലാ തൊഴിൽ മേഖലകളിലും കൃത്യമായ ഒരു നിയമവ്യവസ്ഥയുള്ളപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വാശ്രയ മേഖലയിലെ ജീവനക്കാരെ സംബന്ധിച്ച്, അവരുടെ സേവന വേതന വ്യവസ്ഥയെ സംബന്ധിച്ച് യാതൊരുവിധ നിയമനിർമ്മാണവും നടത്തിയിട്ടില്ല. സ്വാശ്രയ സ്ഥാപനങ്ങളിലെ വേതന വ്യവസ്ഥ സംബന്ധിച്ച് സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടിൽ പോലും പരാമർശങ്ങളില്ല. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ സ്ഥിര നിയമനമില്ലെന്നതാണ് സർവകലാശാലകളുടെ നിലപാട്. സ്വാശ്രയ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ എയ്ഡഡ് കോളേജുകളുടെ രീതിയിലാക്കുകയാണ് ഇതിനുള്ള ഒരു പരിഹാരമാർഗം. ഒപ്പം സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരത്തിന് സ്വാശ്രയ ബോർഡ് രൂപീകരിക്കണം എന്ന ആവശ്യവും ശക്തമാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടുന്ന സ്വാശ്രയ മേഖലയിലെ സേവന വേതന വ്യവസ്ഥകളുടെ പോരായ്മ യോഗ്യരായ നിരവധി അധ്യാപകരുടെ കൊഴിഞ്ഞുപോക്കിന് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. യോഗ്യരല്ലാത്ത അധ്യാപകരെ വെച്ച് മാനേജ്മെന്റുകൾ ഈ വിടവ് നികത്താൻ ശ്രമിക്കുമ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരത്തെയാവും ഇത് ബാധിക്കുക. ക്യാമറമാൻ സന്ദീപ് എസ് രാജിനൊപ്പം MK ശ്രീജിത്ത്, ഇടുക്കി, ഇന്ത്യ വിഷൻ.